Hi, welcome to Nidhi's Edu Academy. കരിയർ കൗൺസിലിങ്ങിൻ്റെ ആവശ്യകത എന്താണ്? നമ്മളുടെയൊക്കെ മക്കൾ പ്ലസ് ടു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത എക്സാം എഴുതാൻ പോകുന്നവരാണ്. ഡിഗ്രി കഴിഞ്ഞ് ഇരിക്കുന്നവരുണ്ടാവാം, PG കഴിഞ്ഞ് ഇരിക്കുന്നവരുണ്ടാവാം, ഇനി എല്ലാമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരായിരിക്കാം. പ്രൈവറ്റ് ജോലിയൊക്കെ ആണെങ്കിൽ അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഗവൺമെൻറ് ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അത് താല്പര്യത്തോടെ അല്ല ചെയ്യണ എന്നുള്ളവരും ഉണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത്? അതോ ജോലി കിട്ടി അതുകൊണ്ട് മാത്രം അത് ചെയ്യുന്നവരായിരിക്കാം പലരും. പലപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരമോ പാഷൻ പ്രകാരമോ ഒന്നും ആയിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളുടെ സ്കില്ല് എന്താണെന്ന് നോക്കി അതിനനുസരിച്ചിട്ട് ഒരു ശരിയായ ഡിസിഷൻ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നവരാണ് ശരിക്കും കരിയർ കൗൺസിലേഴ്സ്. കരിയർ കൗൺസിലിങ്ങിൻ്റെ ആവശ്യകതയും അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലസ് ടു 10ാം ക്ലാസ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. നമുക്ക് കരിയറിൽ ഇന്നതാവണം വേണ്ട എന്നുള്ളതിനേക്കാളും എനിക്കെന്ത് സ്കില്ലുണ്ട്, ആ സ്കില്ലനുസരിച്ചിട്ടുള്ള ഒരു പഠനത്തിലേക്ക് പോകുമ്പോൾ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവെക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പുതിയ ചാനലിലൂടെ നമുക്ക് ഇനി മുതൽ അതെല്ലാം ചർച്ച ചെയ്യാം. കരിയർ കൗൺസിലിങ്ങിൻ്റെയും കരിയർ അസസ്മെൻ്റ് എന്താണെന്നും അസസ്മെൻ്റ് എടുത്താനുള്ള ഗുണം എന്താണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. 10ാം ക്ലാസ്സിന് ശേഷം ഏത് ചൂസ് ചെയ്യണം, എനിക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടി, എനിക്ക് കൊമേഴ്സ് കിട്ടി, എനിക്ക് സയൻസ് കിട്ടി എങ്കിൽ ഏത് ഞാൻ ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വരട്ടെ. അതിനു മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് വളരെ നല്ലൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ആദ്യം കരിയർ കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ശേഷം വേണ്ടത്, ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഡിഗ്രിക്ക് ചെയ്തെടുക്കണം. വലിയൊരു വഴിത്തിരിവാണ് പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്യൂച്ചറിൽ പ്ലസ് ടു ക്ലാസ്സിന് ശേഷം വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തും നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കണം? സയൻസ് ഗ്രൂപ്പ് എടുത്തവരാണെങ്കിൽ അടുത്തത് എന്തിൽ പോകണം, എന്തെല്ലാം കരിയർ ഓപ്ഷൻസ് അവർക്കുണ്ട്. ഹ്യൂമാനിറ്റീസ് എടുത്തവരാണെങ്കിൽ എന്തെല്ലാം കരിയർ ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട്. കൊമേഴ്സ് എടുത്തവരാണെങ്കിൽ അവരുടെ മുമ്പിൽ എന്തെല്ലാം കരിയർ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാനായിട്ട് കഴിയും. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്ത വ്യക്തികൾക്ക് എന്താണ് അടുത്ത കരിയർ ഓപ്ഷൻ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ ബാക്കി എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. സയൻസിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും കൊമേഴ്സിൻ്റെയും ഈ 3 സ്ട്രീമാണല്ലോ നമുക്കിപ്പോൾ നിലവിലുള്ളത്. അതിനെപ്പറ്റി സംസാരിക്കാം. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞവർക്ക് PGക്ക് എങ്ങനെ പോവാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാം. ഇനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് എനിക്ക് പോകണമെങ്കിൽ എൻ്റെ സ്കിൽ എന്താണെന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്ക് ചർച്ച ചെയ്യാം. പുതിയ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വലിയൊരു ഫ്യൂച്ചർ മുന്നിൽ കണ്ട് ജീവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. 10ാം ക്ലാസ് പ്ലസ് ടുക്കാർക്ക് പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം കരിയർ കൗൺസിലിങ്ങും കരിയർ അസസ്മെൻറ്റും വേണ്ട വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഞാനിതിൽ നമ്പറെല്ലാം കൊടുക്കുന്നതാണ്. അതിൽ ബന്ധപ്പെടാവുന്നതാണ്. അസസ്മെൻറ്റ് വേണ്ടവർ സ്കിൽ അസസ്മെൻറ്റ് എടുത്തിട്ട് ടെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിജയം കണ്ടെത്താനായിട്ട് കഴിയും. ഓക്കെ, താങ്ക് യു സോ മച്ച്.